പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3770 എന്ന പ്രിന്ററിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ആദ്യം ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഒരു വേർഡ് ഫയലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ മോഡൽ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ സെറ്റിങ്സാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മുടെ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതാണ് ഒരു ഫയൽ വരുന്നത്. ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ Ctrl+P എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഫയലിൻ്റെ ഇവിടെ പോയി പ്രിൻ്റ് ചെയ്യാൻ ഓപ്ഷനുകൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നോർമൽ സെറ്റിങ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണുന്നുണ്ട്. മുകളിൽ കാണുന്ന പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി എത്ര കോപ്പീസ് വേണമെന്നുള്ള സെലക്ട് ചെയ്താണ് നിങ്ങൾ പ്രിൻ്റ് എന്ന് കൊടുക്കുന്നതോടുകൂടി പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സുകൾ ചേഞ്ചസ് വരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന നിങ്ങൾക്ക് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആദ്യമുള്ളത് സ്റ്റാൻഡേർഡ് ഫോട്ടോ പ്രിൻറ്റിങ് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ മോഡൽ പ്രിൻ്ററിന് രണ്ട് മോഡൽ ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാൻഡേർഡ് മോഡൽ ഉപയോഗിക്കാം, ഫോട്ടോ പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കാം. ഫോട്ടോ പ്രിൻറ്റിങ് ആവുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫോട്ടോ പ്രിൻറ്റിങ് സെലക്ട് ചെയ്തിരിക്കണം. സാധാരണ പ്ലെയിൻ പേപ്പർ വെച്ചുകൊണ്ടുള്ള പ്രിൻറ്റിങ് പരിപാടികൾക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാം. അതേപോലെ ഈ ബിസിനസ് ഡോക്യുമെൻറ്റ് ഉപയോഗിക്കാം. ബിസിനസ് ഡോക്യുമെൻ്റ് ആവുന്ന സമയത്ത് കൂടുതൽ ഇങ്കിന് കൂടുതൽ പേജ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്, പക്ഷേ ക്ലാരിറ്റി കുറവായിരിക്കും. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ താഴെ പേജ് സൈസാണ് വരുന്നത്. നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട പേപ്പറിൻ്റെ പേജ് സൈസാണ് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ കാണുന്നത് പ്രിൻറ്റ് പേജ് സൈസാണ് വരുന്നത്. അതായത് നമുക്ക് പ്രിൻ്റ് ഔട്ടിൽ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതാണ്. രണ്ടും സെയിം ആസ് പേജ് സൈസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ A4 സെലക്ട് ചെയ്താലും മതി. പിന്നെ അതിൻ്റെ താഴെ മീഡിയ ടൈപ്പ്, നമ്മൾ ഏത് ടൈപ്പ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നോർമലി നമ്മൾ സ്റ്റാൻഡേർഡിൻ്റെ സെറ്റിങ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്ലെയിൻ പേപ്പർ ആയിരിക്കും സെലക്ട് ആയിട്ടുണ്ടാവുക. മറിച്ച് നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റ് കാണുന്ന ഇതാണ് മോഡാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ സെക്കൻഡ് കാണുന്ന ഫോട്ടോ പേപ്പേഴ്സിലാണ് സെലക്ട് ആയിട്ടുണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് ഏത് പേപ്പേഴ്സ് ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് ബെറ്റർ ക്വാളിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന അതർ പേപ്പേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ഹൈ റെസൊല്യൂഷൻ പേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ഫോട്ടോ പ്രിൻറ്റിങ്ങിൽ കിട്ടുന്നതാണ്. നോർമൽ എല്ലാവരും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സാധാ പ്ലെയിൻ പേപ്പറിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് ക്വാളിറ്റിയാണ്. 3 ടൈപ്പ് ക്വാളിറ്റിയാണ് നമുക്ക് വരുന്നത്: സ്റ്റാൻഡേർഡ്, എക്കണോമി, ഹൈ. എക്കണോമീൻ്റെ മോഡലാണ് ക്വാളിറ്റിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് എങ്കിൽ കൂടുതൽ പേജസ് കിട്ടും. അതേപോലെ ക്വാളിറ്റി കുറവായിരിക്കും, ഫാസ്റ്റ് പ്രിൻറ്റിങ്ങും ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ സെലക്ട് ചെയ്യണം. പക്ഷേ അതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ സ്ലോ പ്രിൻറ്റിങ് ആവും, മാത്രമല്ല പെട്ടെന്ന് മഷി തീരാനും സാധ്യതയുണ്ട്. പക്ഷേ ക്വാളിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് വരുന്നത്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ടാവും, കുഴപ്പമില്ലാത്ത സ്പീഡ് ഉണ്ടാവും, കുഴപ്പമില്ലാത്ത മൈലേജും ഇങ്കിന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ഓറിയൻറ്റേഷനാണ് വരുന്നത്. പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ നിങ്ങൾ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്പർ ഓഫ് കോപ്പീസാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് അവിടെ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിന് ടിക്ക് ചെയ്താൽ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരികയുള്ളൂ. 2 സൈഡ് പ്രിൻറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ 2 സൈഡ് പ്രിൻറ്റിങ് മാനുവലാണ്, ഓട്ടോമാറ്റിക്കലി പ്രിൻ്ററിൽ വരുന്നില്ല. അത് നമ്മൾ മാനുവലായിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ പേജ് ലേഔട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒറ്റ പേജിൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റ് മതി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഒരു പേജിൽ നിങ്ങൾക്ക് കൂടുതലും പേജസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വേറെ നിങ്ങൾക്ക് 2, 3, 4 വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 2 സൈഡ് പ്രിൻറ്റിങ്ങിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് മാനുവലായിട്ടാണ് വരുന്നത്. പിന്നെ അത് 2 സൈഡ് പ്രിൻറ്റിങ്ങിൻ്റെ ഇതിലാണ് ലോങ് എഡ്ജ്, ഷോർട്ട് എഡ്ജ് മെയിനായിട്ട് വരുന്നത്. ലോങ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് കഴിഞ്ഞ് സെക്കൻഡ് പേജ് നമുക്ക് റീഡബിൾ മോഡായിരിക്കും ഉണ്ടാവുക. ഷോർട്ട് എഡ്ജ് ആകുമ്പോൾ ഫസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് സെക്കൻഡ് പേജ് തല തിരിച്ചിട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ മെയിൻ ഡയലോഗ് ബോക്സിൽ പോയിട്ട് ഇവിടെ പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് പ്രിൻറ്റ് കമാൻഡ് പോയി പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.